الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായുള്ള ബന്ധം എത്ര ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഒരാൾ വിശ്വാസിയായിത്തീരുന്നത് രണ്ട് ഷഹാദത്തുകൾ അംഗീകരിക്കുന്നതിലൂടെയാണ്. ഒന്നാമത്തെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. തുടർന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ രണ്ടാമത്തെ ഷഹാദത്ത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ഇത് രണ്ടും നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ നമ്മുടെ ജീവിതം ഈ രണ്ട് ആശയങ്ങൾക്കും സാക്ഷിയാകുന്നു എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടാതിരിക്കുക, ആരാധനയുടെ മുഴുവൻ ഭാവങ്ങളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രകടമായ ലക്ഷണം. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന നിലക്ക് അവൻ്റെ മാതൃക, അദ്ദേഹത്തിൻ്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മാതൃകായോഗ്യമാക്കി മാറ്റണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും പരലോകത്തെയും കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അഥവാ ആ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതം ഈ രണ്ട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം. ആ സത്യസാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായിട്ടുണ്ടാവേണ്ട നമ്മുടെ ബന്ധം എത്ര ശക്തമാകുന്നു എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനം, അൻ നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം
അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വദേഹത്തേക്കാൾ അടുത്ത ബന്ധമാണ് പ്രവാചകനുമായിട്ടുണ്ടാവേണ്ടത് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തത്തെക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ നമുക്ക് ബന്ധമുണ്ടായിരിക്കേണ്ടത് പ്രവാചകനുമായിട്ടായിരിക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഉമർ റളിയല്ലാഹു പ്രവാചകനോട് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹുവിൻ്റെ ദൂതരെ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ ഫീ നഫ്സി, എൻ്റെ സ്വന്തം ദേഹം കഴിച്ചാൽ ബാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് താങ്കളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ തിരുത്തി കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സി, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ദേഹത്തെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നത് വരെ, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആകുന്നത് വരെ. നമ്മൾ ആലോചിച്ച് നോക്കും, ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം നഫ്സ് കഴിച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് താങ്കളെ ആകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തി കൊടുക്കുകയാണ്. മറിച്ച് അങ്ങനെയല്ല വേണ്ടത്. സ്വന്തം ദേഹത്തെക്കാൾ ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം, അഥവാ പ്രവാചകനായിരിക്കണം എന്നതാണ്. എന്നിട്ട് അവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്തു. ഈ കാര്യം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാകുന്നു എന്ന്. ആ തിരുത്തിയത് അംഗീകരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ സ്വന്തം ദേഹത്തെക്കാൾ ഇഷ്ടപ്പെട്ടവൻ താങ്കളാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അപ്പോഴാണ് താങ്കൾ ഏറ്റവും ശരിയായത് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പഠിപ്പിക്കുന്ന മറ്റൊരു വചനം നമുക്ക് ബുഖാരിയും മറ്റും രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല നിങ്ങൾക്ക് സ്വന്തം പിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, മറ്റു മുഴുവൻ ജനങ്ങളെക്കാൾ ഏറെ പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടവൻ പ്രവാചകനാകണമെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്വന്തം പിതാവിനേക്കാളും, സ്വന്തം മക്കളെക്കാളും, സ്വന്തം കുടുംബത്തെക്കാളും, മറ്റു മനുഷ്യരെക്കാളും നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മളുടെ എല്ലാ ബന്ധങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ ഏറെ ശക്തമായ സ്നേഹബന്ധം, ആ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരേണ്ടവൻ പ്രവാചകനാകുന്നു എന്നാണ്. ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ബാബു ഹുബ്ബുർ റസൂൽ മിനൽ ഈമാൻ എന്ന അധ്യായത്തിലാണ്. നമ്മൾ ആലോചിച്ചു, അധ്യായത്തിൻ്റെ പേര് പോലും ശ്രദ്ധേയമാണ്. പ്രവാചക സ്നേഹം വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു, ഈമാനിൽപ്പെട്ടതാകുന്നു എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ടുള്ള ടൈറ്റിലുള്ള അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തെക്കാൾ, സ്വന്തം കുടുംബത്തെക്കാൾ, മറ്റുള്ളവരെക്കാൾ ഏറെ പ്രിയപ്പെട്ടവൻ, ഏറെ സ്നേഹമുള്ളവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിരിക്കണം എന്നാണ്. പക്ഷേ ആ സ്നേഹം എങ്ങനെയായിരിക്കണം? ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം എന്താണോ? ഇതും വളരെ വ്യക്തമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, കൃത്യമായ വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് ഈ കാര്യം വിശദീകരിച്ചു തരുന്നു. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ആരാണോ എൻ്റെ ചര്യയെ ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, ആരാണോ എന്നെ സ്നേഹിച്ചിരിക്കുന്നവൻ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാകുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചക സ്നേഹത്തിനുള്ള വഴി, പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം, ഏതു നിലക്കാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നാം അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നതാണ്. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ ചര്യയെ ആർ സ്നേഹിക്കുന്നുവോ ഫഖദ് അഹബ്ബനി, അവർ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, അവിടെ എന്നിട്ട് വിശദീകരിക്കുന്നു, ആർ എന്നെ സ്നേഹിക്കുന്നുവോ അവർ എന്നോടൊപ്പം സ്വർഗത്തിലാകുന്നു എന്ന്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് പ്രവാചകനോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, അതുപോലുള്ള മഹാന്മാരോടൊപ്പം, സാലിഹ്യങ്ങളോടൊപ്പം, സച്ചരിതന്മാരായ പുണ്യവാളന്മാരോടൊപ്പം സ്വർഗത്തിലെത്തിപ്പെടുക എന്നുള്ളത്. ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്
നമ്മൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യ എന്താണോ, ആ മാതൃക എന്താണോ, അത് അതേപടി പിൻപറ്റുകയും അതിനെ അനുധാവനം ചെയ്യുകയും അതിനെ ഇത്തിബാ ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ്. അള്ളാഹു തന്നെ വിശദീകരിക്കുന്നു. നോക്കൂ, നമ്മൾ 3-ാമത്തെ അധ്യായം ആലു ഇംറാനിലെ 31-ാമത്തെ വചനം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പ്രവാചകനെ സ്നേഹിക്കാൻ പ്രവാചകൻ്റെ ചര്യയെ ഇഷ്ടപ്പെടുകയാകുന്നു എന്ന് പ്രവാചകൻ വിശദീകരിച്ചു എങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള മാർഗം എന്താകുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ എന്ത് വേണം? ഫത്തബിഊനി, ഖുൽ, നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന. മുഹമ്മദെ, നീ പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുകയാണ് വേണ്ടത്. യുഹിബ്ബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അവൻ പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നോക്കൂ, നമ്മൾ എത്ര വ്യക്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ പറയുക എന്ന് കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നെ ഇത്തിബാ ചെയ്യുക, എൻ്റെ ചര്യയെ പിൻപറ്റുക, എന്നെ മുറുകെ പിടിക്കുക, എൻ്റെ കാൽപാദങ്ങൾ പിൻപറ്റുക. അഥവാ ഞാൻ ഏതൊരു ചര്യയിലൂടെയാണോ, എന്തെന്നെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തൻ്റെ സഖാക്കൾ സ്വഹാബിവര്യന്മാർ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രേഖയെക്കുറിച്ചാണ് നമ്മളെ സുന്നത്ത് എന്ന് പറയാറുള്ളത്. അപ്പോൾ ആ പ്രവാചക ശരി അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, ഖുൽ അത്തിഉല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകാൻ പ്രവാചകനെ ഇത്തിബാ ചെയ്യണം എന്നൊരായത്തിൽ, പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അതിൽ അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ സത്യനിഷേധികളായി തീരും. ആ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നമ്മൾ വളരെ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അള്ളാഹു വളരെ കൃത്യമായി നമ്മെ സൂചിപ്പിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനം, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു സത്യവിശ്വാസിയാകട്ടെ ഒരു സത്യവിശ്വാസിനിയാകട്ടെ, ഇദാ ഖലല്ലാഹു വറസൂലഹു, അള്ളാഹുവും അവൻ്റെ റസൂലും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, വിധിച്ചു കഴിഞ്ഞാൽ, ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, നമുക്ക് അതിൽ പിന്നീട് ഒരു ചോയ്സ് ഇല്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്, പ്രവാചകൻ്റെ ചര്യ എന്താണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയും പ്രവാചകൻ്റെ ചര്യയും അനുസരിച്ച് ജീവിക്കുക എന്നല്ലാതെ പിന്നെ അതിൽ നമുക്ക് മതപരമായ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനോടും പ്രവാചകനോടും അനുസരണക്കേട് കാണിക്കുന്നു എങ്കിൽ ഫഖദ് വല്ല ദലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലായിരിക്കുകയും ചെയ്യും എന്ന് അവിടെ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, പ്രവാചകനോട് നമുക്കുള്ള ബന്ധം ശക്തമാണ്, ഷഹാദത്താണ്, സത്യസാക്ഷ്യമാണ്. പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്നതിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതം സാക്ഷ്യം വഹിക്കണം. അഥവാ നമ്മുടെ ജീവിതത്തിലൂടെ പ്രവാചകനെ നോക്കിക്കാണാൻ സാധിക്കുന്ന വിധം അത്രയും സൂക്ഷ്മമായും ശ്രദ്ധയോടെയും ഭയഭക്തിയോടെയും ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം. സ്വന്തം ദേഹത്തെക്കാൾ, കുടുംബത്തെക്കാൾ, മറ്റുള്ള എല്ലാവരെക്കാളും ഏറ്റവും അധികം സ്നേഹബന്ധമുണ്ടായിരിക്കേണ്ടത് പ്രവാചകനോടാണ്. അപ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസിയായിത്തീരുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ, അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യ പിൻപറ്റുകയാണ്. അദ്ദേഹം എന്ത് കാണിച്ചു വന്നുവോ ആ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ് നമുക്ക് അവിടെ സ്വീകാര്യമായിരിക്കുന്ന മാർഗം എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ, വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഒരു മാസത്തിൻ്റെ പ്രത്യേകത, ഒരു സമയത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ.
നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു പറഞ്ഞു ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശറ ശഹ്റൻ. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു മിൻഹ അർബഅത്തുൻ ഹുറുമൻ, അതിൽ 4 മാസങ്ങൾക്ക് സവിശേഷതയുണ്ട്, പവിത്രത കൽപ്പിക്കപ്പെടുന്നു. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനത്തിൽ പ്രഖ്യാപിച്ചതാണ്. മാസങ്ങൾ 12 എണ്ണമാകുന്നു, അതിൽ 4 എണ്ണം പവിത്രമാകുന്നു. ഈ 4 പവിത്രമായിരിക്കുന്ന മാസം ഏതാകുന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? പ്രവാചകൻ അത് നമുക്ക് വിശദീകരിച്ചു തന്നു. പ്രവാചകൻ പറഞ്ഞു ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ടിരിക്കുന്ന മാസങ്ങൾ എന്ന് ഈ ആയത്തിൻ്റെ വിവക്ഷയായി പ്രവാചകൻ പഠിപ്പിക്കുകയും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏത് മാസത്തിൽ? അതിൽ റബീഉൽ അവ്വലില്ല. ഏത് മാസത്തിലാണ് പ്രത്യേകത എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ ഖുർആൻ 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ട് എന്ന് പഠിപ്പിക്കുകയും ആ പവിത്രത കൽപ്പിക്കപ്പെടുന്ന മാസങ്ങൾ ഏതാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിന് എവിടെയാണ് പവിത്രത കൽപ്പിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. റമദാൻ മാസത്തിൽ അതിൻ്റേതായ സവിശേഷത നമുക്ക് കാണാൻ സാധിക്കും. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. ആ വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ റമദാൻ മാസത്തിൻ്റെ സവിശേഷത ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. ഇനി ദിവസങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയും നമുക്ക് ഒരുപാട് സവിശേഷതകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ആഴ്ചയിൽ വെള്ളിയാഴ്ചക്കുള്ള പ്രാധാന്യം, വെള്ളിയാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേകമായ സമയത്തിലുള്ള പ്രാധാന്യം, അത് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഏത് സമയമാണെന്ന് കൃത്യമായി പറയാതെ വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥനയുമായി അള്ളാഹുവിനോട് ബന്ധപ്പെടുകയാണെങ്കിൽ ആ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയാകുന്നു. അപ്പോൾ പ്രത്യേകമായ ഒരു സമയം വെള്ളിയാഴ്ച ദിവസത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു ദിവസത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ഖുർആൻ പറഞ്ഞ എന്താണ്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്റാണ് 1000 മാസത്തേക്കാൾ ഉത്തമമായിരിക്കുന്ന രാവ്. അത് ഏത് രാവാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാതെ റമദാനിലാണെന്നും റമദാനിലെ അവസാനത്തെ 10-ലാണെന്നും അവസാനത്തെ 10 ഒറ്റയായ രാത്രികൾ അതിനെ പ്രതീക്ഷിക്കുക എന്നുമൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ കൃത്യമായത് പറയാതെ റമദാനിലെ അവസാനത്തെ 10 പ്രത്യേകിച്ചും ഒറ്റയായ രാത്രികളിൽ അതിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയും ശ്രേഷ്ഠമായ ഒരു രാവിനെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. ആഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ച അല്ലാതെ 2 ദിവസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ എന്തു ചെയ്യണം എന്നും ഓരോന്നും പഠിപ്പിക്കുന്നുണ്ട്. റമദാനിൻ്റെ പ്രത്യേകത അവിടെ നോമ്പെടുക്കുക എന്നതാണ്. ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയതാണ്. മുഹറം മാസത്തിലെ 9-ന്റെയും 10-ന്റെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ ഓരോ ദിവസങ്ങൾക്കും എന്താണ് പ്രാധാന്യം, അവിടെ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുഹറത്തിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ അവിടെ ശ്രേഷ്ഠമായ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞു. 9-നും 10-നും നോമ്പനുഷ്ഠിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. അറഫായെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹാജിമാർ അറഫായിൽ ഒരുമിച്ച് കൂടുകയും അവിടെ പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അവിടെ ഒരുമിച്ച് കൂടാത്ത ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പെടുക്കുകയാണ് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ആലോചിച്ച് നോക്കൂ. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. അന്ന് പ്രത്യേകത കൽപ്പിച്ചു. അന്ന് എന്തു വേണം എന്ന് പ്രവാചകൻ പറഞ്ഞു. തിങ്കളും വേവും പ്രത്യേകം നോമ്പെടുക്കുകയാണ് സവിശേഷത എന്ന് പഠിപ്പിച്ചു. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത പഠിപ്പിച്ച അതേ റസൂൽ വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കുന്നതിന് യാതൊരു സവിശേഷതയും ഇല്ല എന്നും പഠിപ്പിച്ചു. ആലോചിച്ച് നോക്കൂ. നമ്മൾ വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കുന്നതിന് പ്രത്യേകതയുണ്ട്, പാടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ച നോമ്പെടുക്കുന്നതിന് പ്രത്യേകതയുണ്ട്, വ്യാഴാഴ്ച നോമ്പെടുക്കുന്നതിന് പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നതിന് പ്രത്യേകതയില്ല. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വളരെ കൃത്യമാണെന്നർത്ഥം. ഇസ്ലാമിൽ ഏത് കാര്യങ്ങൾക്ക്, ഏത് മാസങ്ങൾക്ക്, ഏത് ദിവസങ്ങൾക്ക്, ഏത് സമയങ്ങൾക്ക് നമ്മൾ പ്രത്യേകത കൽപ്പിക്കണം എന്നുള്ളതും ആ പ്രത്യേകത എങ്ങനെയാണ് കൽപ്പിക്കേണ്ടത് എന്നതും കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റബീഉൽ അവ്വൽ ഒരു പ്രത്യേകതയും ആ നിലക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. 63 ജന്മദിനങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. അതിൽ ആ നിലക്കൊരു പ്രത്യേകത അങ്ങനെ പ്രത്യേകമായി പ്രവാചകൻ കൽപ്പിച്ചില്ല. പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിച്ച, സ്വന്തം ദേഹത്തെക്കാൾ സ്നേഹിച്ച, പ്രവാചകന് വേണ്ടി പ്രവാചകൻ്റെ മുമ്പിൽ സ്വന്തം ജീവിതം പോലും സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന സ്വഹാബിവര്യന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ്റെ കാലശേഷം കഴിഞ്ഞു വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു നബിദിനാഘോഷവും അത്തരത്തിലുള്ള ആചാരങ്ങളുമൊക്കെ മുസ്ലിം സമൂഹത്തിൽ കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തമായി തന്നെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കുന്ന ആളുകൾ പോലും, നബിദിനം ആഘോഷിക്കുന്നവർ പോലും
മൗലൂദ് പാടുന്നവർ പോലും ആ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആ 3 നൂറ്റാണ്ടിന് ശേഷമാണ് എന്ന വസ്തുത അവർക്ക് നിഷേധിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ആലോചിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തുകയും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ പ്രവാചക ചര്യ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസം ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ് ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെറ്റുകൾ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രവാചകനോടുള്ള സ്നേഹം എത്ര സുശക്തമായിരിക്കണം എന്നും ആ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം പ്രവാചകൻ്റെ ചര്യ ഇത്തിബാഅ് ചെയ്യുകയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, മാസങ്ങളാകട്ടെ, ദിവസങ്ങളാകട്ടെ, ആഴ്ചയാകട്ടെ, സമയങ്ങളാകട്ടെ, സന്ദർഭങ്ങളാകട്ടെ, സ്ഥലങ്ങളാകട്ടെ, അതിനൊക്കെ പ്രത്യേകത കൽപ്പിക്കാൻ അതിൻ്റെ വളരെ കൃത്യമായിട്ട് ഏതാണ് എന്നും അതെങ്ങനെയായിരിക്കണം ആ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നും വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെടും. ധാരാളം അനുഭവങ്ങൾ. സാധാരണ സ്ഥലത്ത് നമസ്കരിക്കുന്നതിൻ്റെ 27 ഇരട്ടി പുണ്യമാണ് പള്ളിയിൽ നമസ്കരിച്ചത്. പള്ളിയിൽ തന്നെ 3 പള്ളികൾക്ക് പ്രത്യേകത. മക്കയിലെ പള്ളിക്ക് 1,00,000 കൊടുത്തു, മദീനയിലെ പള്ളിക്ക് 1000 ഇരട്ടി പ്രതിഫലം കൊടുത്തു, മസ്ജിദുൽ അഖ്സായിലെ നമസ്കാരത്തിൽ 500 ഇരട്ടി പ്രതിഫലം കൊടുത്തു. ഇത്ര വ്യക്തമായതൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാചക ചര്യയെ മനസ്സിലാക്കിയിട്ട് അവിടെയാണ് മൗലിദ് ആഘോഷത്തിനോ നബിദിനാഘോഷത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത റബീഉൽ അവ്വലിനോ റബീഉൽ അവ്വൽ 12 ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. അവിടെ തന്നെ പല അഭിപ്രായങ്ങളുമുണ്ട്. നബിയുടെ ജന്മം 12 തന്നെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ഡേറ്റുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഏതായിരുന്നാലും ശരി, നമുക്ക് പരിശോധിക്കുവാനുള്ളത് അവിടെ പ്രവാചകൻ അവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ പ്രവാചകനോടുള്ള ആദരവും ബഹുമാനവും കാര്യമാണ്, അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ പ്രചരണം നടത്താറുള്ളത്. അവിടെ നമ്മൾ ആലോചിച്ചു, ഒരു സാധാരണ ചെല്ലാറുള്ള ഒരു ആയത്താണ് ഞാൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. സൂറത്തുൽ അഹ്സാബിലെ തന്നെ 56-ാമത്തെ വരെ, ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും മലക്കുകളും പ്രവാചകന് സ്വലാത്ത് പറയുന്നു. ആ സ്വലാത്ത്, അള്ളാഹു സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്നാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് വേണ്ടി സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുക എന്നാണ്. അപ്പോൾ അള്ളാഹു പ്രവാചകനെ അനുഗ്രഹിക്കുന്നു, ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ, ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. നമ്മളെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ചു. ഈ സത്യവിശ്വാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഏതിലൂടെ? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നമ്മിലേക്ക് നിയോഗിച്ചുകൊണ്ട്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുകയും അതിലൂടെ അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ നിയോഗിച്ചുകൊണ്ട്. ദൈവപുത്രനല്ല, ദൈവത്തിൻ്റെ അവതാരമല്ല, ദൈവിക ഗുണവിശേഷമുള്ളവനല്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. അവിടെ പറഞ്ഞാൽ എന്താണ്? നീ ജനങ്ങളോട് പറയണം. എന്താ പറയേണ്ടത്? ഞാൻ തീർച്ചയായും നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ്. പിന്നെ എനിക്കുള്ള സവിശേഷത എന്താണ്? യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു, ദൈവികമായ സന്ദേശം നൽകപ്പെടുന്നു. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്നുള്ള സവിശേഷതയല്ലാതെ മറ്റൊരു നിലക്കും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായൊരു സവിശേഷതയും എനിക്കില്ല. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അവിടെ അള്ളാഹു വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ആലോചിച്ച് നോക്കും, അള്ളാഹുവിൻ്റെ പ്രവാചകനെ പ്രവാചകനായി മനസ്സിലാക്കാൻ സാധിക്കണം. ആ പ്രവാചകനായി മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത്. പ്രവാചകന് ദൈവികമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ മൗലിദിൻ്റെ വചനങ്ങൾ പോലും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, എന്നൊക്കെ ചൊല്ലേണ്ടി വരുന്നത്. പാപങ്ങളിൽ നിന്ന് നമ്മൾ പാപമുക്തരാവാൻ, പാപമോചനം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അവനാണ് പാപങ്ങൾ പുറത്തു തരാൻ കഴിയുന്നത്. ഇവിടെ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ഒരുപാട് പാപങ്ങളിൽ സഞ്ചരിക്കുകയാണ്, അതുകൊണ്ട് നിന്നോട് ഞാൻ ആവലാതി പറയുന്നു. ആ ആവലാതി പ്രവാചകനോടല്ലല്ലോ,
അള്ളാഹുവിനോട് സമർപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉഹദ് യുദ്ധത്തിൻ്റെ രണാങ്കണം. ആ ഉഹദ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം പ്രതികൂലമായി തീരുന്നു. അവിടെ നമ്മുടെ സൈന്യം ഛിന്ന ഭിന്നമാവുകയും ചില പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രവാചകൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് സ്വഹാബികൾ സ്വീകരിച്ചിരിക്കുന്ന ചില സമീപനങ്ങളുടെ ഫലമായി പരാജയം അനുഭവപ്പെടേണ്ടി വരും. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായിരിക്കുന്നു എന്ന ഒരു കിംവദന്തി ഉണ്ടായത്. ആ ഒരു പ്രചരണം, അപ്പോഴേക്ക് ആളുകൾ, നമ്മുടെ സമൂഹം ആകെ ദുർബലമായി. റസൂൽ മരിച്ചിരിക്കുന്നു, റസൂൽ വഫാത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്ന് വരെ ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന വചനം സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. നോക്കൂ, നമ്മൾ മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല എന്നാണ്. ദൈവപുത്രനല്ല, ദൈവത്തിൻ്റെ അവതാരമല്ല, ദൈവികമായ ഗുണവിശേഷമുള്ളവനല്ല, മറിച്ച് പ്രവാചകനാകുന്നു എന്നുള്ളതാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അതിനു മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് നബി മാത്രമല്ല, പ്രവാചകന്മാർ, ലക്ഷക്കണക്കായ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനവിഭാഗങ്ങളിലേക്കും അത്തരം സന്മാർഗ ദർശനവുമായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. 25ഓളം പ്രവാചകന്മാരുടെ പേര് മാത്രമാണ് ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ളത്. എങ്കിലും മുഴുവൻ മാനവ സമൂഹത്തിലേക്കും മനുഷ്യ സംസ്കാരം വളർന്നു വന്ന, മനുഷ്യ സംസ്കാരം പടർന്ന് പന്തരിച്ചിരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, ആ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വേർതിരിവും നാം കൽപ്പിക്കുന്നില്ല എന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അത്തരം ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ജന്മദിനം പ്രത്യേകമായ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ആഘോഷിക്കുകയോ നമുക്ക് മാതൃക കാണിക്കുകയോ ചെയ്തിട്ടില്ല. പ്രവാചകൻ്റെ ജന്മദിനം പ്രവാചകൻ ആഘോഷിച്ചില്ല, സഹാബിമാർ ആഘോഷിച്ചില്ല. പിന്നെ എവിടെയാണ് നമുക്കിതിന് തെളിവുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ അഫ ഇൻ മാതാഉഖുത്തിലയും കലബ്തും അലാ അഖാബിക്കും, ഇനി പ്രവാചകൻ മരിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ മരിച്ചിട്ടില്ല, ആ സന്ദർഭത്തിൽ പ്രവാചകൻ വഫാത്തായിട്ടില്ല. ഇനി മരിച്ചു എന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങളുടെ കാൽപ്പാടങ്ങൾ, നിങ്ങളുടെ മടമ്പുകാലുകളിൽ നിന്ന് മടങ്ങിപ്പോവുകയാണോ, യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോവുകയാണോ ചെയ്യുന്നത് എന്ന് ഗൗരവപൂർവ്വം ആ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റമാകുന്നു എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു, പിന്നീട് പ്രവാചകൻ യഥാർത്ഥത്തിൽ മരിച്ചു, പ്രവാചകൻ വഫാത്തായി. പ്രവാചകൻ വഫാത്തായ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ സന്ദർഭത്തിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹുവിന് പോലും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ വഫാത്തായി. ആരാ പറഞ്ഞത്? നേരത്തെ പ്രവാചകൻ്റെ തലയെടുക്കാൻ ഉരിപ്പിടിച്ച വാളുമായി കടന്നു വന്നിരുന്ന ഉമർ റളിയല്ലാഹുവിന് പ്രവാചകനുള്ള അദമ്യമായ ആ സ്നേഹം വളർന്നു വന്നപ്പോൾ പ്രവാചകൻ വഫാത്തായി എന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വളരെ ശാന്തമായി അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്നുകൊണ്ട് പരിശോധിച്ചു. അദ്ദേഹം കൺഫേം ചെയ്തു പ്രവാചകൻ വഫാത്തായിരിക്കുന്നു എന്ന്, മരിച്ചിരിക്കുന്നു എന്ന്. ആ കൺഫേം ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അലാ മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. നോക്കുന്നു, എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരിക്കുന്നത് എങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. എന്നാൽ വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരണമില്ലാത്തവനാണ്. എന്നിട്ട് അവിടെ ഇന്നക മയ്യിത്തും വഇന്നഹും മയ്യിത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്തൊക്കെ ഊതിക്കൊടുത്തുകൊണ്ട് ആ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു പോലും സാധാരണ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വന്നതെന്നാ ചരിത്രം. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഇത് നേരത്തെ ഓതാത്തത് കൊണ്ടല്ല, ഈ ആയത്ത് അറിയാത്തത് കൊണ്ടല്ല, ഈ വസ്തുത ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. അപ്പോൾ അവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു അവസ്ഥ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്താണ്? വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ തുതിറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. പുകഴ്ത്തി എവിടെ എത്തി? അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിനോടുള്ള സ്നേഹം അതിര് കടന്ന്, അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും അതിര് കടന്ന് ആരാധനാഭാവത്തിലേക്ക് മാറി. അള്ളാഹുവിൻ്റെ പുത്രനാകുന്നു എന്ന നിലക്കുള്ള സ്ഥാനവും പദവിയും നൽകി അദ്ദേഹത്തെ വിളിച്ച് ആരാധിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അവസ്ഥാവിശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത്. അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ ആരാണ്? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ്റെ പ്രവാചകനാണ്.
ഇതാണ് പ്രവാചകന്റെ പ്രത്യേകത. അബ്ദാണ്, റസൂലാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒന്നുകൂടി കൃത്യമായി ബോധ്യപ്പെടുത്തി. നസാറാക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും സംഭവിച്ചത് അവരുടെ പ്രവാചകന്മാരോടുള്ള ആദരവ് അതിര് കടന്ന് അവിടെ ഖബറുകൾ വരെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. മുസ്ലിം സമൂഹത്തിൽ വരെ നമുക്ക് ഈ ഒരു അന്ധവിശ്വാസം കാണാൻ സാധിക്കും. എത്ര ഗൗരവത്തോടു കൂടിയാണ് പ്രവാചകൻ ആ കാര്യം ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരിക്കലും നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. അവിടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നടത്തി ജാലമുകളും മക്കാമുകളും ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ആരാധനകൾ പ്രാവത്തോടു കൂടി ആളുകൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന, മരിച്ചു മൺമറഞ്ഞു പോയ മഹത് വ്യക്തിത്വങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥാവിശേഷം പടച്ച തമ്പുരാനെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഖബറിന് സംഭവിക്കാൻ പാടില്ല നാഥ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ലാ തജ്അലു ഖബരി ഈദ. തൻ്റെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എൻ്റെ കബറിടങ്ങളെ ആഘോഷ സ്ഥലങ്ങളാക്കി മാറ്റരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം പ്രവാചകൻ്റെ ചര്യയെ ഇത്തിബാഅ് ചെയ്യുകയാണ്. അത് കൃത്യമായി നമുക്ക് ഹദീസുകളിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഖൗലുകൾ, അദ്ദേഹത്തിൻ്റെ ഫിഅലുകൾ, അദ്ദേഹം തക്രീറാക്കി അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇത് മൂന്നുമാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയും. ഒന്നുകിൽ പ്രവാചകൻ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്തത്, അല്ലെങ്കിൽ പ്രവാചകൻ അതിനെ സ്ഥിരീകരിച്ചിരിക്കുന്ന, അംഗീകാരം കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ. മതപരമായ കാര്യത്തിൽ ഇതല്ലാത്ത, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഖുർആനിൻ്റെ പിൻബലമില്ലാത്ത, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തള്ളേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നബിദിനാഘോഷത്തിന് യാതൊരു പ്രമാണങ്ങളുടെയും പിൻബലമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ അത് ആചരിക്കുന്നില്ല. എന്നാൽ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. അള്ളാഹു നമ്മളോട് നേരത്തെ അള്ളാഹുവും മലക്കുകളും എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ പ്രവാചകന് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലണം. അതെങ്ങനെയെന്ന് പഠിപ്പിച്ചു. സ്വലാത്തിൻ്റെ വചനങ്ങൾ പ്രവാചകൻ സത്യവിശ്വാസികൾ അവരോട് ചോദിച്ചു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് കൈഫ നുസല്ലിമു അലൈക, നിങ്ങൾക്ക് വേണ്ടി സലാത്തും സലാമും ചെല്ലേണ്ടത്? നമ്മൾ സാധാരണ എല്ലാവരുള്ള ഇബ്രാഹിമി സലാത്ത് എന്ന് പറയപ്പെടാനുള്ള സലാത്തിൻ്റെ രൂപം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് തുടങ്ങുന്ന കാര്യങ്ങൾ, ആ സലാത്ത് നിർബന്ധമായി നമ്മുടെ നമസ്കാരത്തിൽ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ സലാത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. മയ്യത്ത് നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ പോലും സലാത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, സലാത്ത് എങ്ങനെ ചെല്ലണം എന്ന് പഠിപ്പിച്ചു, അത് എപ്പോൾ ചെല്ലണം എന്ന് പഠിപ്പിച്ചു, അതിൻ്റെ സവിശേഷതകൾ പഠിപ്പിച്ചു, പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. അങ്ങനെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയെന്ന് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിദഗ്ധകളിൽ നിന്നും മാറി നിൽക്കുവാൻ, സത്യസന്ദേശം മുഴുവൻ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ, നമ്മുടെ വഖഫ് സ്വത്ത് അതിൻ്റേതായ രൂപത്തിൽ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ നൽകിയിരിക്കുന്ന ഏറ്റവും വിശ്വസ്തമായി അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ധനമാണ്. അത് ഒരിക്കലും മറ്റു കാര്യങ്ങളിൽ എത്തിപ്പെടാതെ അതിനെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, നമ്മുടെ മഹലിൽ തന്നെ നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലപ്പോഴും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതാ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. നമ്മിൽ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. അവിടെ രോഗം നിഷേധിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنة. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار.